ബാലവാടി ആർട്സ് ക്ലബ്, തട്ടത്തിൻ മറയത്ത്, ആട് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരെ ഒരുപാട് ചിരിപ്പിച്ച നടനാണ് ഭഗത് മാനുവൽ. വെള്ളിത്തിരയിൽ നമ്മൾ കണ്ട ഭഗത്തിന്റെ ആ ചിരിക്ക് പിന്നിൽ വലിയ ഒരു സങ്കടക്കടൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ആർക്കെങ്കിലും അറിയാമോ? അടുത്തിടെ ഷെഫ് നവന നൽകിയ അഭിമുഖത്തെ തന്റെ ജീവിതം എങ്ങനെയാണ് തകർച്ചയുടെ അരികിലെത്തിയതെന്ന് ഭഗത് തുറന്നു പറഞ്ഞത് സോഷ്യൽ മീഡിയ കോളങ്ങളിൽ ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു എറണാകുളം സ്വദേശിയായ പെൺകുട്ടിയുമായി ഭഗത്തിന്റെ പ്രണയ വിവാഹം നടക്കുന്നത്. സ്വന്തം നാട്ടിൽ നടന്ന ഏറ്റവും വലിയ ആഡംബര വിവാഹമായിരുന്നു അത്. എന്നാൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ആ ബന്ധം അധിക സമയത്തിനുള്ളിൽ വിവാഹമോചനത്തിൽ ചെന്ന് അവസാനിച്ചു. കടുത്ത കരിസ്മാറ്റിക് വിശ്വാസിയായ അപ്പന്റെ മകനായി വളർന്ന ഭഗത്തിന് ആ ഡിവോഴ്സ് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു പട്ടത്തിന്റെ പോലെയായിത്തീർന്ന താരം കടുത്ത മദ്യപാനത്തിലേക്ക് വഴുതി വീണു. ഒരു പരിപൂർണ ആൽക്കഹോളിക്. ഡിവോഴ്സിന് ശേഷം കൊച്ചിയിൽ പൃഥ്വിരാജിന്റെ ഫ്ലാറ്റിന് തൊട്ടു താഴെയായിരുന്നു ഭഗത് താമസിച്ചിരുന്നത്. നാണക്കേട് ഭയന്ന് സ്വന്തം കുടുംബത്തിൽ നിന്നും ഈ വിവരമെല്ലാം ഭഗത് മറച്ചുവെച്ചു. ആ സമയത്ത് സുഹൃത്തുക്കളായ നിവിൻ പോളിയും അജു വർഗീസുമെല്ലാം തങ്ങളുടെ കരിയറിലെ ഏറ്റവും വലിയ ബിസിനസ്സുകളിലും വളർച്ചകളിലും തിരക്കിലായിരുന്നു. ഭഗത് ബിസിയാണെന്ന് അവരും കരുതി. എന്നാൽ ഈ കടുത്ത ഒറ്റപ്പെടൽ ഭഗത്തിനെ പൂർണ്ണമായും ഒരു മദ്യപാനിയാക്കി മാറ്റി. ജീവിതം കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. നിരാശ മൂത്ത് ഒടുവിൽ ആത്മഹത്യയുടെ വക്കിലായിരുന്നു താരം. അന്ന് റൂമിന്റെ വാതിൽ ശക്തിയായി തള്ളിത്തുറന്ന് അകത്തേക്ക് കയറി വന്ന സംവിധായകരായ മനുവും ജിയോയുമാണ് ഭഗത്തിനെ മരണത്തിൽ നിന്നും തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. പിന്നീട് ഏതാണ്ട് 6-7 മാസത്തോളം ഭഗത് ഒറ്റയ്ക്കല്ലെന്ന് ഉറപ്പുവരുത്താൻ അവർ ഒരേ മുറിയിലാണ് ഉറങ്ങിയത്. എല്ലാ ദിവസവും താൻ ഗുഡ് മോർണിംഗ് അയച്ചില്ലെങ്കിൽ ഓടിയെത്തുന്ന അജു വർഗീസും കൂടെ നിന്ന മിഥുൻ മാനുവൽ തോമസും ഒക്കെയാണ് തന്റെ ജീവിതത്തിലെ യഥാർത്ഥ മാലാഖമാരെന്ന് ഭഗത് നന്ദിയോടെ ഓർക്കുന്നു. ആദ്യ ബന്ധത്തിലെ മകനെ വളർത്തി വലുതാക്കിയവർ ഭഗത്തിന്റെ മാതാപിതാക്കളാണ്. തന്റെ പഴയ കാലം ഓർക്കുമ്പോൾ ഭഗത്തിന്റെ കണ്ണുകൾ ഇപ്പോഴും നിറയും. കോവിഡിന് ശേഷം അമ്മയുടെ ആരോഗ്യസ്ഥിതി മോശമായതും വലിയ